നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകമുള്ളത്. നമുക്കറിയാം, പ്രധാനമായും രണ്ട് താരങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡ് സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഇനി നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്ക, യൂറോ കപ്പ് തുടങ്ങിയ ഇന്റർനാഷണൽ ടൂർണമെന്റുകൾക്ക് ഈ പോരാട്ടത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. നിലവിലെ ബാലൻഡിയോർ പുരസ്കാര ജേതാവ് അത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. ഏർലിംഗ് ഹാലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു മെസ്സി ബാലൻഡിയോർ സ്വന്തമാക്കിയിരുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരവും മെസ്സി തന്നെയാണ്. ഇപ്പോഴിതാ ഈ വർഷത്തെ ബാലൻഡിയോറുമായി ബന്ധപ്പെട്ട ആദ്യ പ്രഖ്യാപനം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ബാലൻഡിയോർ വരുന്ന ഒക്ടോബർ 28 തിങ്കളാഴ്ചയാണ് നൽകപ്പെടുക എന്ന നിർണായകമായ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടത്തിയിട്ടുള്ളത്. 68ാം എഡിഷനാണ് നടക്കാൻ പോകുന്നത്. പാരീസിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പുരസ്കാരദാന ചടങ്ങ് നടക്കുക. 2 പുരസ്കാരങ്ങൾ കൂടി അവരിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. വുമൻസ് കോച്ച് ഓഫ് ദി ഇയർ ട്രോഫി, അതുപോലെ തന്നെ മെൻസ് കോച്ച് ഓഫ് ദി ഇയർ ട്രോഫി എന്നീ 2 പുരസ്കാരങ്ങളാണ് പുതുതായി കൊണ്ട് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ബാലൻഡിയോറിന് വേണ്ടിയുള്ള നോമിനികളുടെ ലിസ്റ്റ് സെപ്റ്റംബർ 4 ബുധനാഴ്ചയാണ് ഇവർ പുറത്തുവിടുക. അതുകൂടി ഇതിനോടൊപ്പം അറിയിച്ചിട്ടുണ്ട്. ആകെ 10 അവാർഡുകളാണ് നൽകപ്പെടുന്നത്. വിമൻസ് ബാലൻഡിയോർ, മെൻസ് ബാലൻഡിയോർ, വുമൻസ് ക്ലബ് ഓഫ് ദി ഇയർ, മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ, കോപ്പ ട്രോഫി, യാഷിൻ ട്രോഫി, ജെർഡ് മുള്ളർ ട്രോഫി, സോക്രട്ടീസ് അവാർഡ്, വിമൻസ് കോച്ച് ഓഫ് ദി ഇയർ, മെൻസ് കോച്ച് ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങളാണ് സമ്മാനിക്കപ്പെടുക. ഇതൊക്കെ ആര് സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകമുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.